ഹലോ എഞ്ചിനീയേഴ്സ്. എഞ്ചിനീയറിംഗ് സ്കിൽ ഡെസ്കിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അതായത് NLP, ഇമോഷണൽ മാനേജ്മെന്റ്, നെഗോസിയേഷൻ തുടങ്ങി ഒരു എഞ്ചിനീയർ ആർജിച്ചിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ അറിവുകളും സ്കില്ലുകളും സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരാൻ ശ്രമിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെൽഡ് മേറ്റ്സിനെ പറ്റിയാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമുക്ക് എന്താണ് വെൽഡ് മേറ്റ്സ് എന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തുടങ്ങാം. അപ്പോൾ എന്താണ് വെൽഡ് മേറ്റ്സ് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, കുറച്ച് മെറ്റൽ പീസുകൾ, അതായത് ഒന്നോ അതിലധികമോ മെറ്റൽ പീസുകൾ വെൽഡ് ചെയ്ത് നിർമ്മിക്കുന്ന ഒരു സ്ട്രക്ചറാണ് വെൽഡ് മേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഇതെങ്ങനെ നിർമ്മിക്കാം? അതിനുള്ള ഉത്തരം ഈ വീഡിയോ കണ്ടു തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ കാണുന്ന സ്റ്റെപ്പുകളിലൂടെ നിങ്ങൾ കടന്നുപോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വെൽഡ് മേറ്റ്സ് എന്താണെന്നും അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ലഭിക്കുന്നതാണ്. കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറകെയുള്ള വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ സിമ്പിൾ ആയിട്ട് ലൈൻസും ഡയമെൻഷൻസും ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അതിന്റെ ഔട്ടർ എൻറ്റിറ്റി സെപ്പറേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിലേക്ക് വെൽഡ്മെന്റ്സ് അപ്ലൈ ചെയ്യുന്നു. സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള മെത്തഡാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഇതുപോലെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ട്രക്ചർ വേണമെങ്കിലും വെൽഡ്മേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മളുടെ സോളിഡ് വർക്ക്സ് ഓപ്പൺ ചെയ്യാം. നമ്മൾ അങ്ങനെ സോളിഡ് വർക്ക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പാർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്ലെയിൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് റൈറ്റ് പ്ലെയിൻ ആണ്. റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു, സ്കെച്ച് കൊടുക്കുന്നു. സ്കെച്ച് കൊടുത്തതിന് ശേഷം എനിക്ക് ഇഷ്ടമുള്ള ഒരു സ്ട്രക്ചർ ഞാനിവിടെ ഡ്രോ ചെയ്യുകയാണ്. നേരത്തെ കാണിച്ച അതേ സ്ട്രക്ചർ തന്നെ ഞാനിവിടെ ഡ്രോ ചെയ്യുകയാണ്. ഡ്രോ ചെയ്തു. ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാം. സ്മാർട്ട് ഡയമെൻഷൻസിൽ പോകുന്നു. ഇവിടെ എന്താണ് 5000 കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലാണ് കിടക്കുന്നത്. 5000 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വളരെ ചെറിയൊരു മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്. എന്നാലും ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മാഗ്നിറ്റ്യൂഡ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ ലൈഫിലുള്ള ഒരു സ്ട്രക്ചറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മില്ലിമീറ്ററിന് പകരം സെന്റിമീറ്ററോ മീറ്ററോ എന്ത് വേണമെങ്കിലും ഇട്ടിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഞാനിവിടെ നെക്സ്റ്റ് ആയിട്ട് 2000 കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം ഞാൻ വീണ്ടും അതേ സ്കെച്ചിൽ തന്നെ ഒരു ഹാഫ് സർക്കിൾ വരയ്ക്കുകയാണ്. ഇതിന്റെ സെന്റർ ഇതാണ്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ജസ്റ്റ് ഇവിടെ കൊണ്ടുവരുന്നു, ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്തതിനു ശേഷം ഇതിനകത്ത് നമുക്കൊരു സ്മാർട്ട് ഡയമെൻഷൻ അപ്ലൈ ചെയ്യാം. ഒരു 1000 ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ട്രിം ചെയ്ത് കളയാം. സ്മാർട്ട് ഡയമെൻഷൻസിന് എക്സിറ്റ് ചെയ്യുന്നു, ട്രിം എൻറ്റിറ്റി, ഇതും ഞാൻ ട്രിം ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇത് അൺഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുഴപ്പമില്ല, നമ്മൾ ഇവിടുത്തെ ഡയമെൻഷൻ കൊടുക്കുക 1500, ഇവിടുത്തെയും കൊടുക്കുക 1500. അപ്പോൾ ഇത് ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനെ നമുക്ക് ഫീച്ചറിനെ അപ്ലൈ ചെയ്തുകൊണ്ട് ബോസ് എക്സ്ട്രൂഡ് ചെയ്യാം. ഏത് ഡയറക്ഷനിൽ വേണം എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഡയറക്ഷനിലാണ് എക്സ്ട്രൂഡ് ചെയ്യുന്നത്. അതിനെ ഒരു 5000 തന്നെ കൊടുക്കുക, ഇരിക്കട്ടെ, കുറയ്ക്കുന്നതിന് 5000 കൊടുത്തു. ഓക്കെ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതിപ്പോൾ നമുക്കൊരു ബോസ് എക്സ്ട്രൂഡഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ നമ്മൾ സ്കെച്ചിൽ വന്നിട്ട് 3D സ്കെച്ച് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Ctrl+A ഞെക്കുക. അപ്പം ആ ഒരു എഡ്ജസ് എല്ലാം സെലക്റ്റഡ് ആവും. അതിനുശേഷം കൺവേർട്ട് എൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ഒരു സംഗതി സെലക്ട് ചെയ്യുക. അപ്പം എൻറ്റിറ്റി കൺവേർട്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബോസ് എക്സ്ട്രൂഡിനെ നമ്മളൊന്ന് ഹൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ആ ഒരു എൻറ്റിറ്റി കാണാനായിട്ട് സാധിക്കും, എങ്ങനെയാണ് ലൈൻസ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ.
ഇപ്പം നമുക്കൊരു ഔട്ട്സൈഡ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 3D സ്കെച്ചിൽ നിന്ന് എക്സിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഔട്ടർ സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മളിവിടെ വെൽഡ് മെറ്റ്സിൽ പോകണം. അപ്പോൾ ഈ ഒരു ടാബിനകത്ത് വെൽഡ് മെറ്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടാബ് എടുക്കുക, ഇത് അൺഹൈഡ് ആയിട്ട് കിടക്കുകയായിരിക്കും. ഇവിടെ വെൽഡ് മെറ്റ്സ് ഇല്ലല്ലോ, അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടാബ് വെൽഡ് മെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും. ഈ വെൽഡ് മെറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെൽഡ് മെറ്റിന് അകത്ത് പോകണം. വെൽഡ് മെറ്റ് വീണ്ടും സെലക്ട് ചെയ്യുക, അതിന് അകത്ത് പോയിട്ട് സ്ട്രക്ചറൽ മെമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഗതിയുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എന്താണോ വേണ്ടത്, ഏത് ഡയമെൻഷൻ അല്ലെങ്കിൽ ഏത് സ്റ്റാൻഡേർഡ് ആണോ വേണ്ടത്, ആ ഒരു സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിഫറെന്റ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ISO, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസേഷൻ ഫോർ ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ ANSI, അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് ANSI ഇഞ്ചാണ്. അതിനുശേഷം ഏത് ടൈപ്പാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ മെറ്റൽ പീസ് നമ്മൾ എങ്ങനത്തെ ടൈപ്പാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. സ്ക്വയർ ട്യൂബ് ആണോ, SLX ആണോ, റെക്ടാങ്കിൾ ട്യൂബ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്കിവിടെ സ്ക്വയർ ട്യൂബ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ സൈസ് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 4x4 0.25 എന്നുള്ള സൈസാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഈ ഒരു സംഗതി സെലക്ട് ചെയ്തിട്ട് ഒരു കാര്യം നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, നമ്മൾ ആദ്യം ഏത് പാർട്ടാണ് പരസ്പരം വെൽഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിൽ കാണണം. അപ്പൊ എനിക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക. എനിക്കിപ്പോൾ ഇത് സിമ്പിൾ ആയിട്ട് തോന്നുന്നത്, ഫസ്റ്റ് ഞാൻ ഇതിന്റെ ബേസ് വെൽഡ് ചെയ്ത് സെറ്റ് ആക്കും. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് താഴത്തത് കൊടുത്തു. അത് കഴിഞ്ഞ് ഇവിടുത്തെ താഴത്തെ ഫുൾ ഒരു ഗ്രൂപ്പ് ആക്കുന്നു. അതെല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കും ഏത് കോർണർ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്, അതായത് ഈ ഒരു രീതിയാണോ വേണ്ടത്, ഇങ്ങനെയാണോ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതോ ഇങ്ങനെയാണോ വെൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ താഴത്തെ ആയതുകൊണ്ട് ഞാൻ ഈ ഒരു രീതി സെലക്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. ഇത് ഞാനൊരു ഗ്രൂപ്പായിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ന്യൂ ഗ്രൂപ്പ് സെലക്ട് ചെയ്തിട്ട് എനിക്ക് അടുത്തതായിട്ട് തോന്നുന്നത്, ഞാൻ അടുത്ത പാർട്ട് എന്തായാലും വെൽഡ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിലുള്ള സംഗതികളായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു. ഇത് ആ ഗ്രൂപ്പിലേക്ക് വരുന്നില്ല, ഇതും ആ ഗ്രൂപ്പിലേക്ക് സെലക്ട് ആവുന്നില്ല. ഓക്കെ, ഇതൊരു ഗ്രൂപ്പായിട്ട് ഞാൻ വെൽഡ് ചെയ്തു മാറ്റി വെക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യുന്നു. ഇതിനെയും 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 ഒരു ഗ്രൂപ്പായിട്ട് മാറ്റുന്നു. അതുപോലെ തന്നെ ഇതിനെ കൂടെ വെൽഡ് ചെയ്യാമോ നോക്കുക. അത് സെലക്ട് ആവുന്നില്ല, അതുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു ന്യൂ ഗ്രൂപ്പ് എടുക്കുന്നു. പിന്നെ ഇതും ഇതും തമ്മിൽ സെലക്ട് ചെയ്യാൻ നോക്കി, നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ന്യൂ ഗ്രൂപ്പ് എടുക്കുന്നു. നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് വൺ. അതിനെ ഒരു പുതിയൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഒരു ന്യൂ ഗ്രൂപ്പ് എടുത്ത് ലാസ്റ്റ് ആയിട്ട് ഞാൻ വെൽഡ് ചെയ്ത് ചേർക്കാൻ പോകുന്നത് ഈ ഒരു പാർട്ടാണ്. ഇതിനെ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി. നമ്മളിവിടെ നോക്കിയാൽ കാണാം ആ വെൽഡിങ്ങിന്റെ ആ ഒരു കോർണർ ഏത് രീതിയിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഇതിന്റെ താഴത്തുള്ള പാർട്ട് കറക്റ്റ് ആയിട്ടാണോ വന്നിരിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല ഇവിടെ ഈ ഒരു രീതിയിലാണോ വന്നിരിക്കുന്നതെന്ന്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ പോവുക, ഒരു ഇഷ്യൂവിനെ സെലക്ട് ചെയ്യുക. ഇതാണ് ആ ഒരു പാർട്ടായിട്ട് വന്നിരിക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പാർട്ടിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഐസൊലേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ആ ഒരു സംഗതി ഏത് കോർണർ ഷേപ്പിലാണ് വന്നിരിക്കുന്നതെന്ന്. ഇതാണ് വെൽഡ് മെച്ച് ക്രിയേറ്റ് ചെയ്യാനുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇനിയിപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊന്ന് എക്സിറ്റ് ഐസൊലേറ്റ് ചെയ്യാം. അതിനുശേഷം മെറ്റീരിയൽസിനെ ആഡ് ചെയ്യാം. ഇപ്പം അപ്പിയറൻസ് എന്ന് പറയുന്നത് മെറ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അലൂമിനിയത്തിൽ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ അലൂമിനിയത്തിന്റെ രീതിയിൽ വന്നു. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. സീൻസ് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്
ആ ഒരു രീതിയിൽ വൃത്തിയായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു വെൽഡ് മേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.